ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മാടെ വീട്ടിലോട്ട് പോകുന്നിട്ട്. അപ്പോൾ ഞാൻ എന്നിട്ടും ഒരു വിശേഷം ഇല്ലാതെയാണ് ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ വിശേഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഉമ്മാടെ വീട്ടിൽ പോയിട്ട് ഞാൻ തന്നെയല്ല ഉണ്ടാകണം. കാരണം അവിടെ പോയിട്ട് ഞങ്ങളെ അങ്ങനെ സ്വീകരിക്കാൻ ഇപ്പം ആരുമില്ല. അവിടെ ഇപ്പോൾ ഉമ്മയും ബാപ്പയും മാത്രമേ ഉള്ളതാണ്. അപ്പോൾ ആ വീട്ടിൽ പോയിട്ട് ഞങ്ങളെ സ്വീകരിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു മെനക്കേടും ആ ഒരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ എന്താ സ്വീകരിക്കുന്നത്? പിന്നെ ഉമ്മയും ബാപ്പയും മാത്രമല്ല, അവർക്ക് ഞങ്ങളെ പോയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ പോകുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് ആയിട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം അതോ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ചെറിയൊരു റെസിപ്പീസൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാനത്തെ ക്ലിപ്പ്സ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഞാൻ ലാവ കേക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അത് മുഴുവനായിട്ട് അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അങ്ങനെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നില്ല. പോയിട്ട് ഞാനിങ്ങനെ കൊണ്ടുവരണമെന്ന് പോയപ്പോൾ അത് എടുക്കാനും മറന്നു പോകുന്നു. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാതെയാണ് ഞാനിപ്പോൾ ലാവ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടാത്തതിൻ്റെ ഒരു കുറവ് അതിലുണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ റെസിപ്പീസ് മുഴുവനായിട്ടും അങ്ങോട്ട് ഇടാത്തത്. പിന്നെ ഇവിടെ ഓവനില്ല കേട്ടോ. ഓവൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ പാത്രത്തിൽ ഞാൻ ഇത് ബേക്കാക്കിയിട്ട് എടുത്തത്. ഇപ്പോൾ ഇത് ഏകദേശം 1 കപ്പ് മൈദയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇങ്ങനെ കുക്കാക്കിയിട്ട് എടുക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇങ്ങനെ ലോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കേക്കൊക്കെ നല്ല പൊങ്ങിയിട്ട് നല്ല തന്നെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും സോഫ്റ്റ് തോന്നിയില്ല. ബേക്കിംഗ് പൗഡർ ഇടാത്തതിൻ്റെ ആ ഒരു മൈനസ് പോയിൻ്റ് എന്ന് പറയുന്നില്ലേ, അത് ഇതിൽ എടുത്ത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒട്ടും കുറവാക്കിയിട്ടില്ല. അങ്ങനെ ഇത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ ഞാൻ മുറിച്ചില്ല കേട്ടോ. കാരണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഏകദേശം വൈകുന്നേരം ഒരു 7-7:30 മണിയാകുമ്പോൾ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുത്ത് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഇത് കട്ടാക്കി കൊടുത്താൽ പിന്നെ ബാക്കിയുള്ള ഒരു ആറും ചോറ് വയ്ക്കില്ല. അപ്പോൾ ഇപ്പോൾ ഞാനും വന്നിട്ടുണ്ട്, പിന്നെ എൻ്റെ സിസ്റ്ററും വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആയപ്പോൾ ഇത് ആദ്യം കഴിച്ചാൽ പിന്നെ അവർ ചോറ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതിനെ കാണിച്ചിട്ട് എല്ലാവരും കൊണ്ടും ചോറ് കഴിപ്പിക്കാമെന്ന്. അങ്ങനെ ചോറൊക്കെ വിളമ്പുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നീട്ടാകുമ്പോൾ എന്തായാലും 10-10:30 മണി നേരമാവും. പക്ഷേ അന്നത്തെ ദിവസമില്ലേ, നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് കിച്ചൺ ക്ലീനായിട്ട് കിച്ചണിൽ നിന്ന് പുറത്ത് പോയിട്ട് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ കുട്ടികൾ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എല്ലാവരും നീറ്റായിട്ട് തന്നെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. സാദാ തേങ്ങ അരച്ച് കൂട്ടിയ ചിക്കൻ കറിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വിളമ്പി അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടിരുന്നിട്ട് കിച്ചണിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചത്. എന്നിട്ട് ആണ് ഈ കേക്ക് തൊട്ടത്. അപ്പോൾ ചൂടാണെങ്കിൽ അത്രയും തണുത്തിട്ടില്ല. ഇനി എത്രയും നമ്മൾ എടുത്ത് വെച്ചാലും ഏകദേശം ഒരു 4-5 മണിക്കൂർ വേണം ഒരു കേക്ക് നല്ലോണം തണിഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ. അല്ലാന്നുണ്ടെങ്കിൽ ചൂട് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അതെന്തേലും അത്ര പെട്ടെന്നൊന്നും തണിഞ്ഞ് കിട്ടില്ല. അങ്ങനെ ഇപ്പം ഞാൻ ലാവ കേക്ക് ഇവിടെ ഡിസ്പോസ് ചെയ്യുക കേട്ടോ പാത്രത്തിൽ നിന്ന്. ഇതിലിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും ആഡ് ആക്കിയിട്ടില്ല ഞാൻ. എന്നിട്ട് പോലും നല്ല നീറ്റായിട്ട് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറുതായിട്ടൊരു ഹാർഡെന്ന് പറയാനും പറ്റില്ല, എന്നാൽ നമുക്കിങ്ങനെ കയ്യിലിങ്ങനെ ഡൻസാക്കുമ്പോൾ കാണുന്ന ആ ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാവ കേക്ക് എന്ന് പറയുന്നത് നല്ല ലാവ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അതിനേക്കാളും ചോക്ലേറ്റ് ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര ലാവായിട്ട് കണ്ടില്ല. ഇതുപോലെയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു ഹാർഡ്നെസ് പോലെ, ഹാർഡല്ല എന്നാൽ ഇതുപോലെയാണ് കേട്ടോ. നീറ്റായിട്ട് ബേക്കായിട്ട് കിട്ടിയതുപോലെയാണ്. ഇപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക്, അതുപോലെയാണ് കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ലാവ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നല്ല കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ പൊട്ടിയ ആ ഒരു സ്ക്രീനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാവരും
ഇഷ്ടപ്പെട്ടിട്ട് ലവ കേക്ക് കഴിക്കുക. ആർക്കും ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല. കുട്ടികളാണെങ്കിലും നല്ല ആസ്വദിച്ചിട്ട് കഴിക്കുക. ഇത് കട്ടാക്കാനില്ലേ, നമുക്ക് ബാക്കി കേക്കിനേക്കാളും ഈസി ആയിട്ട് നല്ലൊരു ഹാപ്പി ഫീൽ ആവുന്നുണ്ടായിരുന്നു. ഇത് കട്ടാക്കുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ കത്തി വെച്ചാൽ മതി. പെട്ടെന്ന് ഇങ്ങനെ കട്ടായിട്ട് തന്നെ സെപ്പറേറ്റ് നീറ്റായിട്ട് തന്നെ കട്ടാക്കി കിട്ടിക്കൊള്ളും. നല്ലോണം സോഫ്റ്റ് ആണെങ്കിൽ പൊടിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇത് പൊടിയുന്നില്ല, പൊടിയാതെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ഉള്ളത്. പിന്നെ വെക്കേഷനായിട്ട് എവിടെ പോകുന്ന പ്ലാനിങ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആ പ്ലാനിങ് പഠിച്ചും തീരുമാനമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവത്രേ. അല്ലാത്തതിന് നമ്മൾ പ്ലാനിങ് ആക്കിയിട്ട് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കി ലൈക്കും കൂടി ആക്കാം കേട്ടോ. ഷെയർ ആക്കണമെന്ന് ഇനി ഞാൻ പറയുന്നില്ല, പക്ഷേ സബ്സ്ക്രൈബും ലൈക്കും ഇത് രണ്ടിൻ്റെ ആവശ്യം എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ലൈക്ക് ആക്കാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം, എന്തെങ്കിലും വ്ളോഗോ വീഡിയോസോ റെസിപ്പീസോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.